നമസ്കാരം, എൻ്റെ പേര് സുമിത. എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് നമ്മളെ സദ്യ സ്റ്റൈലുള്ള അടിപൊളി മധുരക്കറിയുടെ റെസിപ്പിയാണ്. അപ്പം സദ്യക്ക് കിട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ മധുരക്കറി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പൈനാപ്പിൾ നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നല്ല വേവുള്ള ഒരു ഐറ്റമാണ് പൈനാപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൈനാപ്പിൾ വേവിച്ചെടുക്കണം നല്ലപോലെ. അതിനുശേഷമാണ് ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്താലും മതിയാകും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇത് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ തുറന്നിട്ട് വേവിച്ചു കൊടുക്കുന്നത് കാരണം ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ മുങ്ങിക്കെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ നമ്മൾ നമ്മുടെ പൈനാപ്പിൾ വേവുന്നത് വരയ്ക്കും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് നമ്മൾ ഒരു പൈനാപ്പിളിൻ്റെ പീസ് എടുത്തിട്ട് ഞെക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ നല്ലപോലെ വെന്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ അരിഞ്ഞു വെച്ചിരുന്നതാണ്, ചെറിയ ക്യൂബ്സ് ആയിട്ട്. അപ്പോൾ അത് ഏകദേശം 1 കപ്പോളം വരും, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ചെറിയ ഏത്തപ്പഴമാണ്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പഴവും അതേപോലെ തന്നെ മത്തങ്ങയും നല്ല പോലെ ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന്റെ കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയം ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പഴവും അതേപോലെ മത്തങ്ങയും നല്ല പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയും അതേപോലെ പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം, എന്നാലാണ് നല്ലപോലെ അരഞ്ഞു കിട്ടുള്ളൂ. അതിനുശേഷം കുറവ് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഞാൻ തേങ്ങ ഇപ്പോൾ നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല മഷി പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ മത്തങ്ങയും അതേപോലെ തന്നെ പഴം വെന്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പഴവും അതേപോലെ തന്നെ മത്തങ്ങയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്ക്. നമ്മുടെ പഴവും അതേപോലെ പൈനാപ്പിളും ഒന്ന് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. പിന്നെ നിങ്ങളുടെ അടുത്ത് മത്തങ്ങ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പൈനാപ്പിളും അതേപോലെ തന്നെ നമ്മൾ പഴവും ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. അതേപോലെ ഞാൻ മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുന്തിരി പൊട്ടിപ്പോയിട്ട് തൊലിയും എല്ലാം സെപ്പറേറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസാനമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് അവസാനം കാണിക്കുന്നുള്ളൂ, എന്നാലും പറഞ്ഞെന്നുള്ളൂ. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇലയിലൊക്കെ നമ്മൾ സദ്യക്ക് കഴിക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഒഴുകി പോവാത്ത രീതിയിൽ ആണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആവുന്നത് വരയ്ക്കും, തിക്നെസ് ആവുന്നത് വരയ്ക്കും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരുന്ന പൈനാപ്പിളിന് അധികം മധുരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം മധുരമുള്ള ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നല്ല തിക്കാവുന്നത് വരയ്ക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഉടച്ചിട്ട് നല്ലപോലെ തിക്കാവുന്നത് വരയ്ക്കും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കറി ആവശ്യത്തിനുള്ള തിക്നെസ് ആയി വന്നിട്ടുണ്ട്, നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഓഫ് ചെയ്യുന്നത്. നമ്മൾ തേങ്ങ അരച്ചത് കൊണ്ട് തന്നെ കുറച്ചു നേരം ഇരിക്കുമ്പോഴും ഒന്നും കൂടി തിക്കായിട്ട് തന്നെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൺചട്ടി ആയതുകൊണ്ടാണ് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും ഒക്കെ താളിച്ചൊഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് വേണ്ടിയിട്ട് കടുകും അതേപോലെ വറ്റൽമുളകൊക്കെ ഒന്ന് പൊടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ താളിച്ച് ഒഴിക്കുമ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ ഒരു 4 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറ്റൽമുളകും കടുകൊക്കെ നല്ലപോലെ പൊട്ടി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവില് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് നമ്മൾ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരു ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുരു ഇല്ലാത്തത് ചേർക്കണമെങ്കിൽ അങ്ങനെ ആവാം. അതേപോലെ പച്ചമുന്തിരി വേണമെങ്കിൽ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാകും. അതല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ചൂടിലിരുന്നിട്ട് നമ്മുടെ മുന്തിരിയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്രയ്ക്ക് ടേസ്റ്റും ഇല്ല, കാണാനും ഭംഗിയുണ്ടാവില്ല. അപ്പൊ അവസാനം ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്തിരിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതും പ്രത്യേകം ശ്രദ്ധിക്കാം. ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മധുരക്കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു മധുരക്കറിയാണ്. നമ്മൾ ഇതിൽ തൈരൊന്നും ചേർക്കുന്നില്ല. ചില ഭാഗങ്ങളൊക്കെ ഇത് തൈര് ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ തൈരൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായമൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ കിഡിലനായിട്ടുള്ള ഒരു അടിപൊളി മധുരക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു.